പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഡിസംബർ 1-ാം തീയതി, പുതിയ മാസം, ഡിസംബർ മാസം, ഈശോയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് നന്നായിട്ടൊരു ക്രിസ്മസ് സമ്മാനം നമുക്ക് ചോദിക്കാം. നമ്മളിങ്ങനെ അവസാന നിമിഷം വന്ന് ചോദിച്ചാൽ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെന്ന് ചോദിക്കാൻ. അപ്പോൾ ഇപ്പോഴേ തന്നെ ചോദിച്ചു തുടങ്ങുക. ഇന്നലെ നമ്മൾ ആഗമനകാലം നമ്മൾ ആരംഭിച്ചു, 1-ാം ഞായറോടുകൂടി. ഇപ്പോൾ 2-ാം ദിവസം. ക്രിസ്മസ് സമ്മാനം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് അയോഗ്യരാണെന്ന് പറയുക. അയോഗ്യരാണെന്ന് പറയുക. എനിക്കൊരു യോഗ്യതയില്ല കർത്താവേ. നമ്മളിപ്പോൾ നമ്മുടെ ഭക്തിപൂർവ്വമുള്ള നിൽപ്പും പ്രാർത്ഥനയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ അയോഗ്യരാണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചും ഫോൺ ചെയ്തും ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കുന്നത്. ഇത് വെറും നിസ്സാര കാര്യം എന്ന് ചിന്തിക്കുന്നത് തുല്യമാണ്. കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവാണ് നമ്മുടെ യോഗ്യത എന്ന് നമ്മൾ പറയണം. നമുക്കതുകൊണ്ട് നമ്മുടെ അയോഗ്യത നമുക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കും. ഞങ്ങൾ ഈ ഒരു യോഗ്യതയില്ല കർത്താവേ, ഒരു യോഗ്യതയില്ല, അനുഗ്രഹം തരണേ കർത്താവേ, ക്രിസ്മസ് സമ്മാനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ ആഗമനം ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്നവരാക്കണമേ.
അവിടുന്ന് വന്ന് മുട്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതികൾ ആലപിക്കുന്നതിൽ ആഹ്ലാദ ഭരിതരുമായി കാണപ്പെടാൻ ഇടയാക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവും ആയിരിക്കും. ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും. സിയോനിൽ, ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കുന്നുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ, അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയും ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു, കർത്താവിന്റെ ഗോത്രങ്ങൾ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. നിനക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു.
അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് താൻ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവിടെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മളെല്ലാവരും തമിഴ് പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമോ? തമിഴ് പഠിച്ചവർക്ക് മാത്രം ഇവിടെ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞാൽ വരുമോ? കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ തമിഴ് പഠിക്കണമെങ്കിലും നമ്മൾ ചിലപ്പോൾ പഠിക്കണം. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സഹോദരങ്ങൾ ഇവിടെയുള്ള നമ്മുടെ ശുശ്രൂഷയ്ക്ക്, നമ്മുടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന തമിഴ് സഹോദരങ്ങൾക്ക് അവർക്ക് മലയാളം അറിയാം, മലയാളം നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തമിഴ് പഠിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേളാങ്കണ്ണി വരുമ്പോൾ തമിഴ് പഠിക്കുക എന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്, എനിക്ക് യോഗ്യതയില്ല കർത്താവേ എന്ന് പറയണം. എനിക്കൊരു യോഗ്യതയില്ല എന്ന് പറയണം. നമ്മുടെ ഓരോ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കണം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കാശും മുടക്കി ഇവിടെ വന്ന് മദ്യപിക്കുന്ന ആളുകളുണ്ട്. അവർ മദ്യപിക്കുന്ന പ്രവൃത്തി വഴി എന്താണ് വെളിവാക്കുന്നത്? യോഗ്യത ഇല്ല എന്ന് പറയുന്നതാണോ? ആണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അത് പറയണം, എനിക്ക് യോഗ്യതയില്ല കർത്താവേ. യോഗ്യത ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ വാക്കിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിലൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായി 8-ാം അധ്യായമാണ്. ശതാധിപൻ, അത് 5-ാം വാക്യമാണ്. മത്തായി 8:5. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു. യാചന അത് യോഗ്യത ഇല്ലാത്തവൻ ചെയ്യുന്ന കാര്യമാണ്. യോഗ്യത ഉണ്ടെന്ന് കരുതുന്നവൻ യാചിക്കുമോ? എനിക്ക് യോഗ്യതയുണ്ട്, എനിക്കെല്ലാം ഉണ്ടെന്ന് പറയുന്നവൻ യാചിക്കില്ല. യാചന വരുന്നത് എനിക്ക് യോഗ്യത ഇല്ലെന്ന് ചിന്തിക്കുമ്പോഴാണ്. എന്താ യാചിച്ചത്? കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച വീട്ടിൽ കിടക്കുന്നു. ഇത് ഓർത്ത് നോക്കിയാൽ അയാൾക്ക് വേണ്ടിയിട്ടല്ല ഈ യാചന, വീട്ടിലുള്ള ഭൃത്യന് വേണ്ടിയിട്ടാണ് യാചന. അപ്പോൾ തന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാകും. ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, എൻ്റെ ഭൃത്യൻ കൂടി, അവൻ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വീടൊക്കെ വിട്ട് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്. അവനൊരു രോഗം വന്നിരിക്കാൻ, കൂനുമ്മൽ കുരുപോലെ അവൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അവനിവിടെ വേല ചെയ്യുന്നത്. അവനിപ്പോൾ രോഗം പിടിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് സൗഖ്യം കൊടുക്കണം, അവനിങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് യാചന. ഇനി അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ യാചിച്ചത്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. യാചനയുടെ ഒരു രീതി കണ്ടിട്ട് ഈശോ ഉടനെ മറുപടി പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അങ്ങനെ ഒരു മറുപടി എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറുപടി ഈശോ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈശോ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെയാണെങ്കിലോ അപ്പം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ധ്യാനിക്കുന്നതും നല്ലതാണ്. ഇനി അടുത്തതും, അപ്പോൾ ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ വാ 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 ഈശോ വാ വാ എനിക്ക് കിട്ടണത് പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മളും അതങ്ങനെ പറയും. അടുത്തതാണ് അയാളുടെ രസകരമായ മറുപടി. നമുക്ക് ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ ചിലപ്പോൾ അത്ര എളുപ്പമായിട്ട് തോന്നുകയില്ല. അപ്പോൾ ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുർബാന കഴിഞ്ഞ്
ഇങ്ങനെ മാതാകുളം അവിടെ ചെന്ന് നിൽക്കുമ്പോഴും എന്തോ ഒരു നേർച്ച, ഇവിടെ ഒന്നും ഇല്ലാത്തൊരു നേർച്ച. ആളുകൾ ഇങ്ങനെ പുതിയ നേർച്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. ഞാനിവിടെ വായിച്ചോളാം, ഇവിടെ 3 പ്രാവശ്യം വായിച്ചോളാം, ഇതൊന്നും ഇവിടെ ഇല്ലാത്ത നേർച്ചയാണ്. അൾത്താരിൽ ഓൾട്ടർ പോയായി നിന്നോളാം, ഇതൊന്നും ഇവിടെ ഇല്ലാത്ത നേർച്ചയാണ്. ഇങ്ങനെ ഇല്ലാത്ത നേർച്ചകൾ അങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും തോന്നും, അങ്ങനെ നേരും, എന്നിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു നേർച്ചയാണ്. എവിടെയോ ഒരു ഫോട്ടോ ഇങ്ങനെ കൊണ്ടുപോയി സമർപ്പിക്കുന്ന സംഭവം ഉണ്ടെന്ന്, അതെനിക്കറിയില്ലെന്ന് പറഞ്ഞു. അതറിയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല കുടുങ്ങിപ്പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഈശോയോടൊരു ബന്ധത്തിൽ വളരുക. കാരണം ഈശോയോടുള്ള ബന്ധം കണ്ടോ, ഈശോയോട് അയാൾ സംസാരിക്കുന്നത് കണ്ടോ. നമ്മൾ ചില വസ്തുക്കളിൽ ഇങ്ങനെ ആശ്രയിച്ച പല കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയോടുള്ള ബന്ധമില്ല. നമ്മളിവിടെ വരുന്നു, കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നു, എന്നിട്ട് നമ്മൾ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പള്ളിയിലൊന്നിരിക്കാനോ, ഒന്ന് കുമ്പസാരിക്കാനോ, ഒന്ന് കുർബാനയിൽ ആദ്യവസാനം ഭയഭക്തി ആദരവോടെ പങ്കെടുക്കാനോ അങ്ങനെ ഒന്നും ശ്രമിക്കാതെ വെറുതെ വന്ന് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഒരു പോക്ക്, അത് യഥാർത്ഥത്തിൽ അത് ഈശോയോടുള്ള ബന്ധത്തിലുള്ള വളർച്ചയല്ല. അപ്പോൾ ഈശോയോടുള്ള ബന്ധത്തിൽ വളരണം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ചില ആളുകളോട് നമ്മൾ കറക്ഷൻ പറയുമ്പോൾ ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈശോയോടുള്ള ബന്ധത്തിൽ വളരുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ തോറ്റുപോകും. ചില ആളുകൾ തോറ്റുപോകുന്നത് സമ്മതിക്കാൻ പറ്റുകയില്ല. അപ്പോൾ തന്നെ ഒരു മറുപടി വരും, നമ്മൾ കുമ്പസാരിച്ചിട്ടൊക്കെ അല്ലേ കുർബാന സ്വീകരിക്കുന്നത്, കുർബാനയ്ക്ക് വരുന്നത്, അപ്പോൾ പിന്നെ എന്തിനാണ് കുർബാന സ്വീകരണത്തിന് മുൻപ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ലാറ്റിൻ കുർബാനയിലാണ് കർത്താവ് അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖപ്പെടും. ഇതെന്തിനാണ് പറയണതെന്ന് എന്നോട് ചോദിക്കാം. ഇതെന്തിനാ പറയുന്നത്? നമ്മൾ കുമ്പസാരിച്ചിട്ടൊക്കെയല്ലേ വരുന്നത്, പിന്നെ നമ്മൾ യോഗ്യരല്ലെന്ന് പറയണത് എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മകളെ, അതൊരു നമ്മുടെ ആറ്റിറ്റ്യൂഡല്ലേ അത് വചനം എന്താണത്? മത്തായി 8:8 ആ വചനമാണ് കുർബാനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഒരു വചനം ഉപയോഗിച്ച് കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം തോറ്റുപോയി എന്ന് കരുതുമ്പോൾ ജയിക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചത് കുർബാനയിലൊരു പ്രാർത്ഥന അതെന്തിനാണെന്ന്. ചിലപ്പോൾ ലാറ്റിൻ ക്രമത്തിലല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടുമ്പോൾ ധൂർത്തപുത്രൻ പോലും പിതാവിൻ്റെ ഭവനത്തിൽ വരുമ്പോഴും ഞാൻ യോഗ്യനല്ല പിതാവേ എന്നാ പറഞ്ഞ. മറിയത്തിനെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ മറിയം എന്താ പറഞ്ഞത്? മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്ന് നിറവേറട്ടെ. മനസ്സിലായി? ഒരു മേന്മയായിട്ടല്ല, ദൈവം കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല പരിഗണിച്ചത്. അതാണ് ഈശോ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ ആകൃതിയിൽ കാണപ്പെട്ടു. ഫിലിപ്പിയർ 2:7 ഫിലിപ്പിയർ 2:7. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇയാളുടെ രണ്ടാമത്തെ കാര്യമാണ് അത് ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. നമ്മളാണെങ്കിൽ ഈശോയെ അങ്ങ് മേക്ക് യൂസ് ചെയ്യും, ഈശോയെ അങ്ങോട്ട് ഉപയോഗിക്കും, കിട്ടണത് പോരട്ടെ എന്ന് പറഞ്ഞു. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു കൂട്ടത്തിലാണ് ചിലപ്പോൾ ആശീർവാദം കൊടുക്കുന്ന, ഫാമിലി സമേതമാണ് പ്രാർത്ഥന കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർ വരും. ഒന്ന് ഓർത്ത് വയ്ക്കും, ഓരോരുത്തർ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു കുടുംബത്തെ പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ പോരണത് പോരട്ടെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണം, പോരണത് പോരട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പോരണത് പോരട്ടെ, അച്ഛൻ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പോരണത് പോരട്ടെ. അപ്പോൾ ഇയാളെന്താ, ഈശോ കഷ്ടപ്പെടണ്ട, ഈശോയെ നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈശോയെ നീ എൻ്റെ വീട്ടിൽ വന്ന് കഷ്ടപ്പെടണ്ട, നീ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല എൻ്റെ ഈശോയെ. മനസ്സിലായി? ആറ്റിറ്റ്യൂഡ് അതാണ്. മൂന്നാമത്തെ കാര്യം അവൾ പറയുന്നത്. ആദ്യത്തെ എന്താണ്? യാചിച്ചു. രണ്ടാമത്തേത് എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ പറയാണ് മത്തായി 8:9, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. അങ്ങ് എന്നെ ഒരു ദാസനെ പോലെ കണ്ട് അങ്ങ് കൽപ്പിച്ചാൽ മതി കർത്താവേ,
അങ്ങ് വരാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷെ അങ്ങൊന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ഇത് കേട്ടിട്ട് മത്തായി 8:10 യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെടുക. ഈശോ ആദ്യം ഒരു സംഭവം പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. പിന്നെ ഈശോ ആശ്ചര്യപ്പെടുന്നു. നമ്മളല്ലേ ഈശോയുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് ആശ്ചര്യപ്പെടേണ്ടത്? പക്ഷേ ഇവൻ്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം ആശ്ചര്യപ്പെട്ടു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരുവളെ കാത്തിരുന്നിട്ട് അങ്ങനെ കണ്ടെത്തിയവളാണ് മറിയം. ഇതുപോലുള്ള ഒരുവളെ കണ്ടിട്ടില്ല ദൈവത്തിന് പിറക്കാൻ വേണ്ടിയിട്ട്. അതാണ് മറിയത്തിൻ്റെ യോഗ്യത. മറിയം ഈശോയെ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ പിറക്കുമ്പോൾ ആരെങ്കിലും അമ്മയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ദാസിയായിട്ടെങ്കിലും എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്നവളാണ് മറിയം. അപ്പോൾ ആ മറിയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ മറിയം പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. അതാണ് യോഗ്യത. ഒരുവനിൽ പോലും നമ്മളൊന്ന് നോക്കിക്കേ, ഒരു കൂട്ടം മനുഷ്യര് ദൈവം നമ്മളെ നോക്കിയിട്ട് നിന്നെപ്പോലൊരുവനെ, വിശ്വാസിയായ ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുവോ? നീ ഷോർട്ട്സും ധരിച്ച് പള്ളി വരുമ്പോൾ, നീ സ്കാഫ് ധരിക്കാതെ കുർബാനയ്ക്ക് വരുമ്പോൾ, നീ പള്ളിക്കകത്ത് ഫോൺ ചെയ്തൊക്കെ നിൽക്കുമ്പോൾ, ഈശോയുടെ ബലിയുടെ അനുസ്മരണത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, മാതാവ് കുരിശിൻ ചവിട്ട് നിന്നതുപോലെ നിൽക്കാനും അങ്ങനെ കുർബാന അർപ്പിക്കുവാനും നമുക്ക് അവസരം നൽകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഈശോ പറയുമോ ഇതുപോലെ ഒരെണ്ണത്തിന് ഇത് നിങ്ങളെ എന്ത് പറയും, ഇതുപോലൊരെണ്ണം വന്നല്ലോ എന്ന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവനെ അപ്രീസിയേഷൻ കൊടുക്കുന്നൊരു കാര്യമാണിത്. അപ്പോൾ ദാസനായിരിക്കുക, നമ്മുടെ അയോഗ്യത നമ്മളെ വെളിപ്പെടുത്തുക, ഇതൊക്കെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം വരാനായിട്ടുള്ള നമ്മുടെ പ്രത്യേകത. അതായത് ധൂർത്തപുത്രൻ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ, നോക്കി ഈ ശതാധിപൻ എൻ്റെ ദാസനോട് ഞാനത് ചെയ്യുക എന്ന് പറയുമ്പോൾ നീ എന്നോട് കൽപ്പിച്ചാൽ മതി കർത്താവേ. നമുക്ക് സഭയിലൂടെ കൽപ്പിച്ചിട്ട് പോലും ചെയ്യുന്നില്ല, സഭയുടെ കൽപ്പനകളിലൂടെ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യുന്നില്ല. നമ്മൾ ഈശോയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ പെരുമാറ്റം. അപ്പോൾ തിരിച്ചു വന്ന ധൂർത്തപുത്രൻ പറയാണ്, ദാസനെ പോലെയാണെങ്കിലും. മറിയം പറയാണത്, ദാസി പറഞ്ഞാൽ മതി കർത്താവേ, നിന്റെ വാക്ക് എന്നോട് പറയ്, ഞാനത് ചെയ്തോളാം. 21-ാം വാക്യത്തിലും ലൂക്ക 15:21 മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അതാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഈ എളിമയോടുകൂടി നിൽക്കുന്നത് ഈ ക്രിസ്മസ് സമ്മാനം കിട്ടുന്നതിനുള്ള ഒരു യോഗ്യതയാണ്. ഇനി സങ്കീർത്തനം 123:2-3 വചനം, ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു. ഇതുപോലൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ അയോഗ്യത എന്ന് പറയുന്നത് പുറംപോച്ചാണോ, ഒരു ഷോയാണോ, നമ്മൾ ഉള്ളിൽ നിന്ന് പറയുന്നതാണോ? ഈശോയുടെ അപ്രീസിയേഷൻ കിട്ടത്തക്ക വിധത്തിൽ യഥാർത്ഥത്തിൽ ഒരു ദാസമനോഭാവം നമ്മിൽ വരുന്നുണ്ടോ? ഈശോയ്ക്കും മാതാവിനും ഒക്കെ ഉണ്ടായിരുന്ന ദാസമനോഭാവമാണ് ഇന്ന് ശതാധിപൻ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ശതാധിപന് അനുഗ്രഹം കിട്ടിയത്. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ, പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ,
പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. മൃത്യുഭയമെൻ്റെ ഉള്ളിൽ ഏറി വരുന്നെൻ്റെ നാഥ, ഒരു വാക്കിനാൽ സുഖമാക്കുക, ആനന്ദമേ കീടുക. പരിശുദ്ധ മറിയമേ, അമ്മ വളരെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ കർത്താവെ അങ്ങയുടെ ദാസിയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ വിധത്തിൽ തൻ്റെ ജീവിതം യോഗ്യമാക്കി കൊടുത്തുവല്ലോ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ വരുന്ന ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മയെപ്പോലുള്ള ഒരു എളിമ, വിനയം, ദാസമനോഭാവം, യാചനാ മനോഭാവം ഞങ്ങൾക്കും നൽകണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവമും ആൾത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കും ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവമും ആൾത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കും ദേവാ സമ്മോദമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ മൂലമുണ്ട് നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അങ്ങ് വരദാനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അങ്ങ് അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിരഞ്ഞു മതയോ പിണ്ടലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്ര
ദിവസമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുമേ, അങ്ങ് മരണങ്ങൾ പ്രഖ്യാപിക്കൂ, അങ്ങ് ഉയർപ്പ് ഞങ്ങളെ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശു മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
ആമേൻ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുനിയാണ് എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുനിയാണ് എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുനിയാണ് എൺകൾ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.